ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഏകദേശം വീഡിയോ ഇട്ടിട്ടിപ്പോൾ 2 ആഴ്ച എങ്ങാണ്ട് ആവാറായി. വേറെ ഒന്നുമല്ല, മടിയായിരുന്നു. പക്ഷെ എന്നാ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേസും കാര്യങ്ങളൊക്കെ പണിതായിരുന്നു. പക്ഷേ ബേസിനുള്ള സാധനങ്ങളോ ഒന്നും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു കുതിരനെ കിട്ടി. എന്താപ്പോൾ കുതിരനെ അവിടെ കൊടുന്ന് വെച്ചിട്ടാണ്. കുതിരക്ക് എന്താ പേരുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ വേൾഡിൽ ഇത്ര എപ്പിസോഡായിട്ടും നമുക്ക് ഇതുവരെയായിട്ട് ഡയമണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ മൈനിങ്ങിനൊക്കെ പോയെങ്കിലും ഡയമണ്ട് ഇതുവരെയായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ 2 ആഴ്ച വീഡിയോ ഇട്ടില്ലെങ്കിലും നമ്മളെ വേൾഡിലൊക്കെ കയറി വേൾഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഡയമണ്ട് അവസാനം ഞാൻ കണ്ടെത്തി നമ്മളെ മൈനിങ് ഏരിയയിൽ നിന്ന്. പക്ഷെ ഞാനത് കളക്ട് ചെയ്തിട്ടില്ല, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു. അതേപോലെ തന്നെ ഞാൻ വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഔട്ട് പോസ്റ്റൊക്കെ കണ്ടു. അവിടുന്ന് അവരൊക്കെ കൊന്നിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു. ഈ ബോട്ടിൽ എൻചാൻറ്റിങ്ങും കാര്യങ്ങളും കിട്ടി. അതേപോലെ തന്നെ ഒരു 10 ചെറി സാപ്ലിങ്ങിൻ്റെ ഇതും കിട്ടിയിരുന്നു. അതൊക്കെ നമുക്കൊന്ന് ഇവിടെ ആയിട്ട് വെക്കണം. അതേപോലെ തന്നെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തപ്പോൾ ഈ വേൾഡ് നടത്തിയിട്ട് ഇതേവരെയായിട്ടും നമ്മൾ വില്ലേജർ ബ്രീഡ് സെറ്റാക്കിയിട്ടില്ല. ഒരു വില്ലേജർ ബ്രീഡ് എന്തായാലും നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഇന്ന് ആ വില്ലേജർ ബ്രീഡ് നമ്മൾ എന്തായാലും സെറ്റാക്കുന്നതായിരിക്കും. അതാണ് ഇന്നത്തെ ഗോള്. നമ്മൾ വില്ലേജർ ബ്രീഡ് സെറ്റാക്കണത് എന്താണ്ട് ആ മോൾ ഭാഗത്തായിട്ടാകാരം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ഇത് വെച്ച് ഈ സാധനങ്ങളൊക്കെ വെച്ചു. എന്തായാലും പേരൊക്കെ അറിയില്ല. ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മൾ വില്ലേജ് ബ്രീഡ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ മൈനിങ് ഏരിയൻ്റെ അടിയിലേക്കൊക്കെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഈ വഴിയിലൂടെ നമുക്ക് മൈനിങ് ഏരിയയിലോട്ട് പോവുക. ഇതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നു, വെയിറ്റ് ആക്കാൻ. ഇതുകൊണ്ട് നമ്മുടെ മൈനിങ് ഏരിയയിലോട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അല്ല നമ്മൾ എന്താപ്പോൾ ഇത് കണ്ടിക്കണേ, അതായത് ഡയമണ്ട് കണ്ട് ഇവിടുന്നല്ല, അത് കുറച്ച് അപ്പുറത്തായിട്ടാണ്. വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആ ഡയമണ്ടൊക്കെ ഒന്ന് പോയെടുക്കാം. ആദ്യം ഇൻവെൻട്രിയിൽ നമുക്ക് ആ ഡയമണ്ട് ഒന്ന് വേഗം പോയി പൊട്ടിച്ചെടുക്കാം. അവിടെ ഞാൻ കാണിച്ചു തരാനായിട്ട് വെയിറ്റ് ആക്കണം. എന്താ ഞാൻ ഇതേനൊക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തപ്പോൾ കണ്ടാണ് കേവും കാര്യങ്ങളൊക്കെ. അതാ വെയിറ്റ്. എന്തുകൊണ്ട് നമ്മൾ ആ ബോട്ടിൽ വന്ന അവസാനം ഇതാ മുകളിലാണ് ബോട്ട് നിർത്തി. അവിടുന്ന് നേരെ അടിയിലോട്ട് ഇറങ്ങി. ഇതാ ഇവിടെ കുറച്ച് അയണും കാര്യങ്ങളുണ്ട്. ഇതാ ഇവിടുന്ന് ഈ ബക്കറ്റ്, ഞാനൊരു ബക്കറ്റിൽ കുറച്ച് വാട്ടർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അടിയിലേക്ക് സുഖമായിട്ട് ഇറങ്ങാൻ. അതിന് നമുക്ക് ഈ അയണൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ഞാൻ കുറേ അയണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ട്. പക്ഷെ നമുക്കിപ്പോൾ അത്യാവശ്യം അയണൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു അയൺ ഫാം എന്തായാലും ഉണ്ടാക്കി വെക്കണം. ഈ വീഡിയോയിൽ നമ്മളെ ഗോൾ അറിയണത് ഇതാണ്, വില്ലേജ് ബ്രീഡാണ്. പിന്നെ ഞാൻ ഈ ഡയമണ്ട് കണ്ടുകൊണ്ട് അതൊന്ന് നിങ്ങളെ കാണിക്കരുതിയ. ഇതുകൊണ്ട് ഇറങ്ങണം, അവിടെ തന്നെ നമ്മളെ ഡയമണ്ട് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെ വേൾഡ് തുടത്തി ഫസ്റ്റത്തെ അയണാണ് ഇതായി കാണുന്നത്. ഫസ്റ്റത്തെ ഡയമണ്ടാണ് ഈ കാണുന്നത്. നമുക്കതൊന്ന് വേഗം പൊട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ വേൾഡിൽ ഫസ്റ്റ് ഡയമണ്ട് എടുത്തേക്കാണ് കേട്ടോ. നമുക്കിതാ വേറെ ഉണ്ട് ഡയമണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാമേ. ഞാൻ ഇവിടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താണ്. ഇതാണ്ട് ഇതാ ഇവിടെ ഒരു ഡയമണ്ട് ഉണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് എടുക്കാതിരുന്നു. ഓരോന്നുള്ളൂ. ഈ റെഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യുക. റെഡ് സ്റ്റോണൊക്കെ ഒന്ന് എടുക്കുക. അത് മതി.
വേറൊരു ഡയമണ്ട് മുമ്പാണ് ഞാൻ കണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. എന്താ അങ്ങനെ ഇവിടെ കുളിച്ച് വേറെ കാണുമോ? ഞാൻ ഇവിടെ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ. ഡയമണ്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ഒന്ന് അറിയിക്കാം. ഗൈസ്, നമ്മൾ ആ മൈനിങ് ഏരിയയിൽ നിന്ന് പോന്നു. ടോട്ടൽ 5 ഡയമണ്ട് കിട്ടി. ബാക്കി 2 കിട്ടി. 2 ഡയമണ്ട് ഞാൻ ഫൈൻഡ് ചെയ്ത് എന്താപ്പോൾ റെക്കോർഡർ ഓണാക്കിയതും ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച്. അപ്പോൾ ഞാൻ പിന്നെ ആ വീഡിയോ എടുത്തില്ല. ഞാൻ നേരെ ആ ഡയമണ്ട് എടുത്തു. വേറെ കുറേ നേരം ഞാൻ ഗ്രൈൻഡ് ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല. ഈ 5 ഡയമണ്ടും പിന്നെ ഈ 14 അയണും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു വില്ലേജർ ബ്രീഡ് സെറ്റാക്കണം. അപ്പോൾ ആ കാണുന്ന ചെസ്റ്റിൽ വേണ്ട റിസോഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ റെഡിയാക്കുന്നത്. അപ്പം നമ്മളിതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വില്ലേജർ ബ്രീഡ് സെറ്റാക്കണത്. ഇതിൽ ടൈം ലാപ്സും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഓരോരോ അപ്ഡേഷൻ ആകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വില്ലേജർ ബ്രീഡ് സെറ്റാക്കാം. ഗൈസ്, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ ക്യാരറ്റൊക്കെ നട്ട് ഈ കമ്പോസ്റ്ററൊക്കെ വെച്ചു. ഇനി ഇവിടെ ഫുള്ളൊരു വാള് പോലെ ഗ്ലാസ് സെറ്റ് ചെയ്യണം. അപ്പം ഇനി ആ ഗ്ലാസും സെറ്റ് ചെയ്തിട്ട് ബെഡൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് വരാം. ഗായ്സ്, ഇതാണ്ട് ഇവിടെ വാള് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഞാൻ വില്ലേജസിനെ കൊണ്ടുവരാൻ മറന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് 2 ബോട്ട് കൊടുത്ത് നമ്മുടെ വില്ലേജിൽ നിന്ന് 2 വില്ലേജസിനെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവന്മാരൊക്കെ പിടിച്ചു. ഈ ക്രീപ്പറിയും കൊണ്ട് എന്തോ ശല്യ നോക്കണേ കേട്ടോ. കഷ്ടപ്പെട്ട് കൊടുന്ന വില്ലേജസാണ്. ഇനി വീണ്ടും റിട്ടേൺ അടിച്ചണം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വേഗം പോയി ഇനി 2 വില്ലേജസിനെ വീണ്ടും കൊണ്ടുവരാം. ഗായ്സ്, അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വില്ലേജസിനൊക്കെ കൊടുന്നത് അവിടെ വെച്ച് ഒക്കെ ഇതിൽ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളും അവിടെ സെറ്റാക്കിയിട്ട് നമ്മുടെ വില്ലേജ് ബ്രീഡിൻ്റെ ഫുൾ കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് ഇനി ഞാൻ വീഡിയോ ചെയ്യാമെന്നല്ല, ബാക്കി അപ്ഡേഷൻസൊക്കെ കാണിക്കാം. ഈ ചെറി ട്രീ ഒക്കെ ഇവിടെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാക്കി കാര്യങ്ങളൊന്ന് സെറ്റാക്കട്ടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ വില്ലേജ് ബ്രീഡൊക്കെ സെറ്റായി. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനി മുതൽ കണ്ടിന്യൂസ് ആയി വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കുന്നതാണ്. എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരോടും ബൈ ഗൈസ്.